ഹായ്, ബഹുമാനം നിറഞ്ഞ പ്രിയമുള്ളവരെ, എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. പ്രഭാഷണ കലയിൽ പ്രാവീണ്യം നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന പലരെയും തടസ്സപ്പെടുത്തുന്ന, അതിന് വിഘാതം സൃഷ്ടിക്കുന്ന, അതിന്റെ ഇടയിൽ വില്ലനായി കടന്നു വരുന്ന 3 കാരണങ്ങളും അതിനുള്ള പരിഹാരങ്ങളുമാണ് പരമാവധി ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ സഭാകമ്പമാണ്, സ്റ്റേജ് ഫിയർ. രണ്ടാമതായിട്ടുള്ളത് ആശയ ദാരിദ്ര്യമാണ്. മൂന്നാമതായിട്ടുള്ളത് അവതരണ വൈകല്യങ്ങളാണ്. അതിൽ ഒന്നാമതായിട്ടുള്ള സഭാകമ്പമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന പ്രശ്നം. ഈ സഭാകമ്പത്തെ അകറ്റാനുള്ള മാർഗം നിരവധിയാണ്. അതിൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ മാത്രമാണ് ഈ സഭാകമ്പം അകറ്റാൻ വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്ന്, എന്താണോ നമ്മൾ ഭയപ്പെടുന്നത്, ആ ഭയപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് നന്നായി അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. പല രീതിയിലുള്ള സഭാകമ്പം ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് പ്രസംഗ വേദിയെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആ വേദിയിൽ പ്രഭാഷണം ഏത്, അത് ആശംസയാണെങ്കിൽ, സ്വാഗതമാണെങ്കിൽ, അതല്ലെങ്കിൽ ഉദ്ഘാടനമാണെങ്കിൽ, അധ്യക്ഷ പ്രഭാഷണമാണെങ്കിൽ, മറ്റേത് പ്രഭാഷണമാവട്ടെ, ആ പ്രഭാഷണങ്ങളെ കുറിച്ച് വ്യക്തമായി അറിയുക, അതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക, അതിന്റെ ഘടന മനസ്സിലാക്കുക, എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം, അതിന് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്ത്, അതിന്റെ ഓരോ പ്രഭാഷണങ്ങളുടെയും ഉത്തരവാദിത്വം എന്ത് എന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കുന്നതോടൊപ്പം ആ പ്രസംഗവേദിയിലെ വിഷയത്തെക്കുറിച്ച് നല്ലൊരു അറിവുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സഭാകമ്പത്തിന്റെ തീവ്രത കുറക്കാനുള്ള മാർഗം എന്ന് പറയുന്നത്. പലരെയും നേരിടുന്ന, പലരെയും പ്രസംഗവേദിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത് സഭാകമ്പം തന്നെയാണ്. പലരും വിളിക്കുമ്പോൾ നേരിട്ട് പല രീതിയിലൂടെ അത് പറയാറുള്ള കാര്യമാണ്. പലപ്പോഴും തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുന്ന ആളുകളാണ്. നിരവധി അവസരങ്ങൾ കിട്ടിയിട്ടും, അത് രാഷ്ട്രീയ വേദിയിലാവട്ടെ, മതപരമായിട്ടുള്ള വേദിയിലാവട്ടെ, മറ്റേത് രീതിയിലും എപ്പോഴൊക്കെ അവസരം കിട്ടുമ്പോൾ ആ സമയത്തൊക്കെ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുന്ന ഒരു സ്വഭാവമാണ്. ഉള്ളിന്റെ ഉള്ളിൽ ആഞ്ഞടിച്ച് പ്രസംഗിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ കയറാൻ സാധിക്കുന്നില്ല, പറയാൻ സാധിക്കുന്നില്ല, തലച്ചോറിൽ വളവ് കെട്ടുപോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സഭാകമ്പത്തിന്റെ തീവ്രത കുറക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ആ ഭയപ്പെടുന്ന കാര്യത്തെ നന്നായി അറിയാൻ ശ്രമിക്കുക. രണ്ടാമതായിട്ടുള്ളത്, ഇതൊരു സാമാന്യ രോഗമാണ് എന്ന് മനസ്സിലാക്കുക. അതായത് ഇത് മുൻകഴിഞ്ഞ പല ആളുകൾക്കും ഉണ്ടായിട്ടുള്ളതാണ്. അതുപോലെ നിലവിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ഇവരൊക്കെ ധൈര്യപൂർവ്വം ഇതിനെ നേരിട്ട് കൊണ്ടാണ് ഈ ഒരു കലയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഒരിക്കലും പിന്മാറൂല എന്ന് ഉറച്ചൊരു തീരുമാനമുണ്ടായിട്ട് മുമ്പോട്ട് പോവാൻ തയ്യാറാവുക, ധൈര്യപൂർവ്വം മറികടക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ടുള്ളത് ആത്മവിശ്വാസം വളർത്തിയെടുക്കുക എന്നതാണ്. എന്താണ് ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ? നമ്മുടെ കഴിവിലുള്ള വിശ്വാസത്തെയാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. സ്വന്തം കഴിവിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ആത്മവിശ്വാസം വളർത്തിയെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വേദിയിലേക്ക് കയറി ചെല്ലാൻ തയ്യാറാവും. കയറി ചെല്ലുന്നതോടുകൂടെ നമ്മൾ ധൈര്യം അഭിനയിച്ചുകൊണ്ട് തന്നെ, പരമാവധി ധൈര്യം അഭിനയിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ധൈര്യമുള്ള ആളുകളായി മാറുമെന്നതാണ്. ധൈര്യം അഭിനയിച്ചു തുടങ്ങുക. നമ്മൾ ഈ ആത്മവിശ്വാസമാണ് ആദ്യം നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. സെൽഫ് കോൺഫിഡൻസ് മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രസംഗത്തിന് വേണ്ടി നന്നായി ഒരുങ്ങുക എന്നതാണ്. പ്രിപ്പറേഷൻ വളരെ അനിവാര്യമാണ്. അതായത് ഞാൻ ഏത് പ്രഭാഷണമാണ് നടത്തേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി നല്ലൊരു ഒരുക്കം ഉണ്ടാവുക. ആ പ്രഭാഷണത്തിൽ ഞാൻ എവിടെയൊക്കെ പറയണം, എത്ര സമയം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം, അതിനിടയിൽ ഞാൻ ഏത് രീതിയിലൂടെയാണ് ഇത് പറയേണ്ടത്, ഇതൊക്കെ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുമ്പോഴാണ് നമുക്കത് സാധ്യമാകുന്നത്, വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ വളരെ അനിവാര്യമാണ്. അതോടൊപ്പം പ്രാക്ടീസ് കൂടി ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു ഒരുക്കമായി നന്നായി അവതരിപ്പിക്കാൻ അത് സാധിക്കും എന്നുള്ളത്, പ്രത്യേകിച്ചും ആ സഭാകമ്പത്തിന്റെ ആദ്യത്തെ 45 സെക്കൻഡുള്ള ആ ഒരു മഹാന്മാരൊക്കെ പഠിപ്പിച്ചതുപോലെ ആ ഒരു സമയത്തെ മറികടക്കാൻ, പിന്നീട് നമ്മൾ പറയുന്ന വിഷയം ആസ്വദിച്ചുകൊണ്ട് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടത് ഈ ഒരു പ്രിപ്പറേഷനിലൂടെ പോകുമ്പോഴാണ് നമുക്കത് സാധ്യമാകുക എന്നതാണ്.
അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക. അതിലൂടെ നമുക്ക് ഈ സഭാകമ്പത്തിന്റെ തീവ്രത കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രസംഗവേദിയുമായി നിരന്തരം ഒരു ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നതാണ്. പ്രസംഗവേദിയുമായി ഒരു നിരന്തരം ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് സംഘാടകരൊക്കെ ആകുമ്പോൾ ഇടയ്ക്കൊക്കെ വേദിയിൽ കയറി ഇറങ്ങുക. ഒരു പ്രസംഗവേദി അല്ലെങ്കിൽ പ്രസംഗകൻ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ശ്രോതാവാണെങ്കിൽ പരമാവധി മുമ്പിൽ തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നിലല്ല നമ്മൾ ഇരിക്കേണ്ടത്, പരമാവധി മുമ്പിൽ തന്നെ ഇരുന്നു കൊണ്ട് പ്രസംഗകനും ശ്രോതാവും തമ്മിൽ അധികം ദൂരമില്ലാതെ നമ്മൾ പരമാവധി അടുത്ത് നിന്നുകൊണ്ട് കേൾക്കാനും അതിൽ നിന്ന് മനസ്സിലാക്കാനും ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ പ്രസംഗവേദികളുമായി അടുക്കാനാണ്, അകലാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് ഈ കാര്യങ്ങളിലും വലിയ ഒരു ശ്രദ്ധയുണ്ടാവുക. ഈ സഭാകമ്പം എന്ന് പറയുന്നത് നമ്മുടെ നന്മക്കാണ് എന്ന് മനസ്സിലാക്കുക. എക്സാം ആൻസൈറ്റി പോലെ അല്പം ഒരു ഭയം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനുവേണ്ടി തയ്യാറാവുക. അതുകൊണ്ട് അത് പോസിറ്റീവാണ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് നമുക്ക് ഏറ്റവും വലിയ വില്ലനായി കടന്നു വരുന്നത്, രണ്ടാമത്തെ കാരണം പറഞ്ഞത് ആശയ ദാരിദ്ര്യമാണ്. ഇതുകൂടി ഞാൻ പറയാം, ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കൂടെ പറയാം. ആശയ ദാരിദ്ര്യം അകറ്റാൻ നമുക്ക് എന്താണ് മാർഗം, എന്താണ് ചെയ്യേണ്ടത്? ആശയമാണല്ലോ ഒരു പ്രഭാഷണത്തിന്റെ കാതലായ ഭാഗം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആ ആശയമാണ് പ്രത്യേകിച്ച് ആത്മാവായി വരുന്നത്. ഈ ആത്മാവില്ലാത്ത പ്രഭാഷണമായതുകൊണ്ടാണ് ഇന്ന് നല്ലൊരു വിരുന്നൊരുക്കാൻ പ്രഭാഷകർക്ക് പലർക്കും സാധിക്കാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രസംഗത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ആശയമാണ്. ഈ ആശയ സമ്പന്നത ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള പരിഹാരം എന്ത്? അതിനാണ് ഫ്രാൻസിസ് ബക്കൺ പറഞ്ഞതുപോലെ മനുഷ്യനെ പൂർണ്ണനാക്കുന്ന വായന. വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യനെ പൂർണ്ണനാക്കുന്ന വായന. ആ വായനാശീലം നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അത് മനസ്സിന്റെ വളർച്ചയ്ക്കുള്ളതാണ്. ഇത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ഉതകുന്നതാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുണ്ണി മാസ്റ്റർ പറഞ്ഞതുപോലെ 4 രീതിയിലുള്ള വായനകളുണ്ട്. ഒരു പ്രഭാഷകനെ സംബന്ധിച്ചിടത്തോളം ഈ 4 രീതിയിലുള്ള വായനയും ആവശ്യമാണ്. 1 അറിയാനുള്ള വായന, 2 പഠിക്കാനുള്ള വായന, 3 ആസ്വദിക്കാനുള്ള വായന, 4 ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള വായന. ഇങ്ങനെ 4 രീതിയിലുള്ള വായനയുണ്ട്. പ്രഭാഷകനെ സംബന്ധിച്ചിടത്തോളം ഈ 4 വായനയും ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഈ വായനാശീലം നമ്മൾ വളർത്തിയെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല ആശയ സമ്പുഷ്ടത ഉണ്ടാക്കാൻ സാധിക്കുക. തീർച്ചയായിട്ടും അതിനുവേണ്ടി നമ്മൾ ആ ഏകാഗ്രതയോടെ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് ഏകാഗ്രത? കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെയും ചിന്തകളുടെയും കണിശമായ അച്ചടക്കമാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. ആ രീതിയിലാണ് നമ്മൾ വായിക്കേണ്ടത്. അപ്പോഴാണ് സമയം നമുക്ക് ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുക. തീർച്ചയായിട്ടും നല്ലൊരു വായനക്കാരനായി മാറാൻ ശ്രമിക്കുക. ഇത് നമുക്ക് വലിയൊരു മാറ്റം നമ്മളിൽ ഉണ്ടാക്കും. നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, പ്രസംഗത്തിലും എല്ലാറ്റിലും നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ, വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഈ വായിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഉദ്ധരണികൾ, അതുപോലെ തന്നെ കവിത, പാട്ടുകൾ, ഇങ്ങനെ എന്താവട്ടെ പഴഞ്ചൊല്ലുകൾ, ഇതൊക്കെ ഒരു പ്രഭാഷണത്തിൽ അവസരോചിതമായി ഉൾപ്പെടുത്താൻ പറ്റിയ എന്തൊക്കെ നമുക്ക് അത് കേട്ടറിഞ്ഞ കാര്യങ്ങളാവാം, കണ്ടറിഞ്ഞ കാര്യങ്ങളാവാം, ഇതെല്ലാം അവസരോചിതമായി നമുക്ക് ഒരു നോട്ട് ബുക്കിൽ അല്ലെങ്കിൽ ഡയറിയിലൊക്കെ എഴുതി വെക്കുന്ന ഒരു ശീലവും നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഈ ആശയ ദാരിദ്ര്യം നമുക്ക് മറികടക്കാൻ നമുക്ക് സാധിക്കും. ഇനി നമ്മൾ പ്രധാനമായി നമുക്ക് കടന്നു വരുന്ന പ്രധാനപ്പെട്ട വില്ലനായി കടന്നു വരുന്ന നമുക്ക് തടസ്സം സൃഷ്ടിക്കുന്ന 3ാമത്തെ കാരണമാണ് അവതരണ വൈകല്യങ്ങൾ എന്ന് പറയുന്നത്. ഈ അവതരണ വൈകല്യങ്ങൾ അകറ്റാൻ എന്തൊക്കെയാണ് മാർഗം എന്ന് വളരെ വ്യക്തമായി ഞാൻ ഒരു അടുത്ത വീഡിയോയിലൂടെ പറയാം. ഇത് അല്പം നീണ്ടുപോയത് കൊണ്ട് തന്നെ അടുത്തൊരു വീഡിയോയിൽ കൂടെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ മുമ്പോട്ട് പോവേണ്ടത് എന്ന് അറിയിച്ചുകൊണ്ട് സഭാകമ്പത്തിന്റെ തീവ്രത കുറക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ആശയ ദാരിദ്ര്യം അകറ്റാനും എല്ലാം നമുക്ക് ഒരു പരിഹാരമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ നമുക്ക് അതിനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. കാരണം നമുക്ക് ഈ സഭാകമ്പം അകറ്റണമെങ്കിൽ ആദ്യം തന്നെ വലിയൊരു വേദിയിൽ പോയി നമ്മൾ പ്രസംഗിക്കാൻ പറ്റൂല. അപ്പോ ചെറിയ ചെറിയ വേദികൾ, ഒഴുക്കില്ലാത്ത കുളത്തിൽ അല്ലെങ്കിൽ പുഴയിൽ നീന്തി പഠിക്കുന്നത് പോലെ അതിനുള്ള ഒരു പരിഹാര മാർഗമാണ് പ്രസംഗ പരിശീലന സ്ഥാപനങ്ങൾ എന്നൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും ഇത്തരം സ്ഥാപനങ്ങളിൽ വന്നുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസംഗിച്ചുകൊണ്ട് പതുക്കെ ഈ ഒരു ആ സഭാകമ്പത്തിന്റെ തീവ്രത കുറച്ചു കൊണ്ടുവരാനും നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവുമാണ്. പലർക്കും അത് അറിയാറില്ല. അതുകൊണ്ടാണ് ഈ കാര്യം ഒന്ന് ഉണർത്തിയത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്
ഈ മൂന്നാമത്തെ കാരണമായ അവതരണ വൈകല്യങ്ങൾ അതെന്തൊക്കെയാണ്, അതിനുള്ള പരിഹാരം എന്ത് എന്നുള്ളത് അടുത്തൊരു വീഡിയോയിലൂടെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.